പശ്ചിമബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി ബ്രത്യ ബസുവിന്റെ വാഹനം തകർത്ത വിദ്യാർത്ഥികൾ. യൂണിയൻ തെരഞ്ഞെടുപ്പ് തീയതികൾ എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്രമണം. SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് മന്ത്രിയുടെ കാർ ആക്രമിച്ചത്. ശരത് ലാലുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇത് എപ്പോഴായിരുന്നു സംഭവം? മന്ത്രി വാഹനത്തിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണോ വാഹനം ആക്രമിച്ചത്? ശരത്ത്, കേൾക്കാമെങ്കിൽ ഇതെപ്പോഴാണ് സംഭവം? പശ്ചിമബംഗാളിലാണ് വിദ്യാഭ്യാസ മന്ത്രി ബ്രത്യ ബസുവിന്റെ വാഹനം വിദ്യാർത്ഥികൾ തകർത്തത്. യൂണിയൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രിയുടെ കാർ തകർത്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശരത് ലാലുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് 12 മണിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം കൽക്കത്ത ജാവേദ് സർവകലാശാലയിലെ ഒരു ചടങ്ങിൽ എത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന ചില്ല് പൊട്ടി മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. തനിക്ക് അസ്വസ്ഥ അനുഭവപ്പെട്ടെന്നും കൈക്ക് മുറിവേറ്റുമെന്ന് മന്ത്രി പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 40ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ട് എന്ന സംഘർഷാവസ്ഥയാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ രോഷപ്രകടനത്തിന് ഇരയായ മന്ത്രിക്ക് വേണ്ടത്ര സുരക്ഷ നൽകിയിട്ടില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും യൂണിയൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിലുള്ള മന്ത്രിയെ ഗൗരവ ചെയ്യാനും അതേപോലെ മന്ത്രിയുടെ വാഹനം അടിച്ചു തകർക്കുന്നതിലേക്കും എത്തി നിന്നത്. അരണ്യ, ശരി, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.